എഴുത്തുകാരൻ്റെ കയ്യിൽ പണമുണ്ടോ എന്നുള്ളത് പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടാനുള്ള ഒരു യോഗ്യതയായി മാറുന്നു എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. എല്ലാ വായനക്കാരും എഴുത്തുകാരായി, വായനക്കാരല്ലാത്തവരും എഴുത്തുകാരായി. അദ്ദേഹം പുസ്തകം വിൽക്കാനായിട്ട് എത്രയോ അലഞ്ഞു നടന്നതും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒക്കെ തന്നെ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കയറടക്കം പല പുസ്തകങ്ങളും ഞാൻ കേൾക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ വായന ഒരുപക്ഷെ ഇനി പുസ്തകങ്ങൾക്ക് അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് പോലും ആവില്ല, ഇതേപോലെയുള്ള നിർമ്മിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് ഇത് കുറച്ച് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. ആദ്യകാലത്ത് ഞാൻ വായിച്ചിരുന്നത് വായന എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കടമയാണ്. അത് ഇപ്പോൾ നമ്മൾ കേൾവിയിലൂടെ നമുക്കത് എത്ര കണ്ട് നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയും, വരികൾക്കിടെ വായിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഒരാൾ പണം കൊടുത്ത് പുസ്തകം വാങ്ങുന്നത് പുസ്തകത്തിൻ്റെ പ്രചാരത്തിൻ്റെ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ എന്താ പറയണ്ടേ ജനപ്രിയതയുടെ ഒന്നും ലക്ഷണമല്ല. അവൻ്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ അവൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനയെ സംബന്ധിച്ചാണ് എന്ന് വരുമ്പോൾ അത് വലിയ സങ്കടകരമായൊരു കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരു മോഡറേറ്റർ ഇല്ലാത്ത കാരണം തുടക്കം നമ്മൾ തന്നെ വേണമല്ലോ. പെരുകുന്ന പുസ്തകങ്ങൾ, മാറുന്ന വായന എന്ന് പറയുന്ന ഒരു വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. വാസ്തവത്തിൽ അതിൻ്റെ ഗൗരവം ആ ഒരർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക ലോകം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. രണ്ട് കാര്യങ്ങളും നല്ലതാണ്. പുസ്തകം പെരുകുന്നതും നല്ലതാണ്. വായന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ സ്വഭാവം മാറുന്നതും വളരെ നല്ലതാണ്. ഈ പുസ്തകങ്ങൾ പെരുകുമ്പോൾ നമ്മുടെ പുതിയ ടെക്നോളജി, അതിൻ്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങൾ, പ്രിൻറ്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ ഒരു വശമാണ്. മറ്റൊന്ന് സാഹിത്യത്തോട് വായനക്കാർക്കുള്ള അല്ലെങ്കിൽ വായനയിലേക്ക് സാധാരണ ധാരാളം ആളുകൾ കൂടുതൽ വരുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു നല്ല വശമാണ്. ആദ്യം തന്നെ ഈ പുസ്തകങ്ങൾ പെരുകുമ്പോൾ അതിൽ ഒരു ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ധാരാളം പബ്ലിഷേഴ്സ് ഉണ്ടാകുന്നു, ആ മേഖലയിലെ കുത്തകകൾക്ക് മാറ്റമുണ്ടാകുന്നു. ആർക്കും പുസ്തകങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഒരാൾ ഒരു എഴുത്തുകാരനെ അയാളുടെ പുസ്തകത്തെ പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തകയായിട്ടുള്ള പ്രസാധകന്മാർക്ക് അത് തടസ്സപ്പെടുത്താൻ കഴിയും. അവർ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കലുണ്ടാവില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ധാരാളം പബ്ലിഷേഴ്സ് ഉണ്ട്. മാത്രമല്ല ഓതർക്ക് തന്നെ സ്വന്തമായിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഒരു പുസ്തകത്തെയും ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകിച്ചും അറിവിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള ഒരു വലിയ വികാസമാണ്. അത് വലിയ ഗുണമാണ്. പക്ഷേ മറ്റൊരു പ്രശ്നം വരുന്നത്, ഈ പുതിയ പ്രസാധകർ വരുമ്പോൾ അവരുടെ പ്രസാധനത്തിൻ്റെ സ്വഭാവങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു പ്രശ്നം ഉള്ളത് ഞാൻ ചൂണ്ടിക്കാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഏത് പുസ്തകത്തിനാണ് പുറത്തേക്ക് വരാനുള്ള അവകാശമുള്ളത്, അല്ലെങ്കിൽ ഏത് എഴുത്തുകാർക്കാണ് അവരുടെ പുസ്തകങ്ങളുമായി മുന്നോട്ട് വരാൻ ഉള്ള അർഹത. എപ്പോഴും ഒരു അർഹത ഉണ്ടാവണമല്ലോ, ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവണമല്ലോ. ഈ തിരഞ്ഞെടുപ്പിൽ പുസ്തകത്തിൻ്റെയും കൃതിയുടെയും ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്കങ്ങനെ നിർണ്ണയിക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ സാഹിത്യമാണ്, കലയാണ്, അതിനൊന്നും നമുക്ക് നിയതമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. അത് പല രീതിയിലും നിർവഹിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പൊതുവേ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, ഞാനത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, പൊതുവെ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുത്തിൻ്റെ പണ്ടുകാലത്ത് വലിയ പ്രസാധകന്മാർ പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാധീനം, പ്രസിദ്ധി, അങ്ങനെയുള്ള അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പരിഗണിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ പണം, എഴുത്തുകാരൻ്റെ കയ്യിൽ പണമുണ്ടോ എന്നുള്ളത് പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടാനുള്ള ഒരു യോഗ്യതയായി മാറുന്നു എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത് പുസ്തകത്തിൻ്റെ
പുസ്തകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെയോ അതിൻ്റെ രൂപപരമായ സൗന്ദര്യത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാവണം. അതിന് പകരം പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, എഴുത്തുകാരൻ്റെ കയ്യിൽ പണമുണ്ടോ, ഉണ്ടെങ്കിൽ പുസ്തകം വരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ആവശ്യവുമില്ലാത്ത പുസ്തകങ്ങൾ നമ്മുടെ പുസ്തകശാലകളിലും വീടുകളിലെ ലൈബ്രറികളിലും പൊതു ലൈബ്രറികളിലുമൊക്കെ കെട്ടിയിരിക്കുന്നു. പണം കൊടുത്ത് അച്ചടിക്കുന്ന പുസ്തകങ്ങൾ പലതും വായിക്കാൻ കൊള്ളാത്തതാണ്. പുതിയ വായനക്കാർ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് വായനയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇത് കൂടുതൽ നല്ല കാര്യങ്ങൾക്കൊപ്പം ഈ ഒരു ദോഷം കൂടി അതിനുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ ആദ്യത്തെ ഉദ്യമം നിർത്തുകയാണ്. അഷ്ടമൂർത്തി പറയും. ഞങ്ങൾ ഈ സെഷൻ ഉദ്ദേശിച്ചത് 45 മിനിറ്റാണല്ലോ ഇതിന് നമുക്ക് തന്നിരിക്കുന്ന സമയം. ഇതിലൊരു അരമണിക്കൂർ ഞങ്ങൾ സംസാരിക്കും. അരമണിക്കൂർ പോലും ആവശ്യമില്ല. നമുക്കിത് എല്ലാവരും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളാണ് ഇത് കൂടുതൽ സജീവമാക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അശോകൻ പറഞ്ഞ വളരെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ പണമുള്ളത് കൊണ്ട് മാത്രം എഴുത്തുകാരിയായിട്ട് മാറുന്ന അവസ്ഥ പലപ്പോഴും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. പക്ഷേ അതേസമയത്തിന് പണക്കാർക്ക് എഴുതാൻ പാടില്ല എന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ ഡെലിക്കേറ്റുള്ള പ്രശ്നങ്ങളാണ്. അതിനു മുമ്പ് ഞാൻ ഇതിനൊരു സാമാന്യ നിലയ്ക്കുള്ള ഒരു സ്ഥിതി വിശേഷം പറയാം മലയാള പുസ്തകങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 പ്രസാധകരെ DC ബുക്സും മാതൃഭൂമി ബുക്സുമാണ്. ഒരു കാലത്ത് DC ബുക്സിൻ്റെ അടുത്ത് എത്തിയിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മിക്കവാറും അവരും ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. അവർ 2 പേരും ഇതൊക്കെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, കൃത്യമായിട്ടുള്ള ഡാറ്റ ഒന്നുമല്ല, പക്ഷേ ഒരു അടിസ്ഥാനം വെച്ചിട്ട് പറയാണ്. ദിവസത്തിലൊരു പുസ്തകം എന്നാണ്, പെർ ഡേ 1 ബുക്ക് എന്നുള്ള നിലയ്ക്കാണ് അവരുടെ പുസ്തകങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രസാധകരും കൂടിയിട്ട് മലയാളത്തിലൊരു കൊല്ലം 800 പുസ്തകങ്ങളിങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഈ പെർ ഡേ 1 ബുക്ക് അതിൽ കൂടുതലുണ്ട് ശരിക്കും. അപ്പോൾ 800 പുസ്തകങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 പ്രസാധകർ. ആ ഏറ്റവും മുകളിലേക്ക് വേറൊരു പ്രസാധകനും ഇപ്പോൾ കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്, മനോരമ ബുക്സ്. അവരിപ്പോൾ ഗംഭീരമായിട്ട് ഹോർത്തൂസ് നടത്തി. എന്ന് മാത്രമല്ല, അവർ എല്ലാ തരത്തിലും ഫുൾ ഫ്ലെഡ്ജായിട്ട് നമ്മൾ 2 കൽപ്പിച്ചിറങ്ങുന്നില്ല, അങ്ങനെ 2 കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് ഈ പ്രസാധനത്തിൽ. അപ്പോൾ 3ാമത്തെ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ 3ാമത്തെ ആളായിട്ട് 1ാം സ്ഥാനത്ത് എത്താൻ അടുത്ത സാധ്യതയുള്ളതാണ് മനോരമ. അവരുടെ റിസോഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിന് താഴെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് പേരുകളൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് പറയാവുന്ന SPCS ഉണ്ട്, ഗ്രീൻ ബുക്സ് ഉണ്ട്, പൂർണ്ണ പബ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ലോഗോസ് ഉണ്ട്, സൈഗത ഉണ്ട്. അങ്ങനെ ഒരു 10 പ്രസാധകരെ നമുക്ക് കൈരളിക്കുന്നുണ്ട്. 10 പ്രസാധകരെ നമുക്ക് ഇങ്ങനെ പറയാം, കൃത്യമായിട്ട് പറയാമല്ല, ഏകദേശം അവരും ഒരു 100 പുസ്തകമെങ്കിലും ഒരു വർഷം ഇറക്കുന്നുണ്ടാവും. ഒരു 1000 പുസ്തകം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ 1800 പുസ്തകമായി. 3ാമത്തെ നിരയിൽ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ 180 പബ്ലിഷേഴ്സിൻ്റെ സ്റ്റാളുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഒരു 15 ആൾക്കാർ പിന്നെയും 165 ചെറുകിട പ്രസാധകരുണ്ട്. ഇവിടെ പങ്കെടുക്കാത്ത പ്രസാധകർ, ഒറ്റ പുസ്തകങ്ങൾ 2 പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇറക്കുന്ന ഒരുപാട് പ്രസാധകർ, സ്റ്റാള് ഇടാൻ വകയില്ലാത്ത ആളുകൾ ഉണ്ട്. അപ്പോൾ എണ്ണം കൃത്യമായിട്ട് അറിയില്ല, ഒരുപക്ഷെ 500 ഉണ്ടാവും. നമ്മൾ ഈ പുസ്തകങ്ങളുടെ വിവരങ്ങൾ നോക്കുമ്പോൾ അതിൽ പല പ്രസാധകരുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പിന്നീട് കേൾക്കില്ല. ഇങ്ങനെ ഒരുപാട് പ്രസാധകർ, അവരും ഒരു 10 പുസ്തകമൊക്കെ വെച്ച് ഇറക്കുന്നുണ്ടാവണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊല്ലത്തിൽ ഒരു 3500 പുസ്തകം മിനിമം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കേട്ടത് ഷാർജ ഫെസ്റ്റിവലിൽ 942 പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതാണ്. അതിൽ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പ്രസാധകരുടെ പുസ്തകം ഉണ്ടായിരിക്കും. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ 942 പുസ്തകം മലയാളത്തിൽ എത്തി എന്നുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ എത്ര പുസ്തകങ്ങളാണ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അതുതന്നെയാണ് ഈ പുസ്തകമേളയുടെ പ്രത്യേകത. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും 3500-നും 4000-നും ഇടയ്ക്ക് പുസ്തകം മലയാളത്തിൽ എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു റഫായിട്ടുള്ളൊരു കണക്കൂട്ടൽ. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം മലയാളത്തിൽ 10 മലയാള പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഈ 10 മലയാള പുസ്തകങ്ങൾ വായിക്കാൻ വായനക്കാരുണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മൾ സെലക്റ്റീവ് ആവും. ഈ പെരുകാനുള്ള കാരണം അത് ഒരു തരത്തിൽ നല്ലതാണ്, ഒരു തരത്തിൽ ചീത്തയാണ്. അപ്പം നമ്മൾ പറയാൻ ഇന്നാൾക്ക് പുസ്തകം എഴുതാൻ പാടില്ലെന്നോ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നോ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു കാലത്ത് നമുക്ക് എഴുതാനുള്ള ഉപാധികൾ, നമ്മുടെ സ്വയം പ്രകാശിപ്പിക്കാനുള്ള ഉപാധികൾ ഒന്ന് ഡയറി ആയിരുന്നു. ഡയറി എന്ന് പറഞ്ഞാൽ അത് സ്വകാര്യമായിട്ടുള്ളൊരു എഴുത്താണ്. നമുക്ക് വേറെ ആരും രണ്ടാമതൊരാൾ വായിക്കാൻ പോലും പാടില്ലാത്തൊരു പുസ്തകമാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഈ ഡയറി എഴുത്ത് വലിയ വലിയ എഴുത്തുകാരെ സംബന്ധിച്ചുള്ള യൂറോപ്പിലേക്കുള്ള എഴുത്തുകാരെ സംബന്ധിച്ചുള്ള അവർ പറയാറുണ്ട് ഡയറി എഴുത്താണ് ഞങ്ങളുടെ വ്യായാമം. അഥവാ ഈ സാധകം ചെയ്യാന്ന് പറയില്ല, സംഗീതം സാധകം ചെയ്യണ പോലെ തന്നെ എല്ലാ കലയ്ക്കും സാധകം ചെയ്യണം. അങ്ങനെ ആ സാധകത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡയറി എഴുത്ത്. ഡയറി എല്ലാ ദിവസവും 10 പേജ് എഴുതും, 200 വാക്ക് എഴുതും, 100 വാക്ക് എഴുതും, 1000 വാക്ക് എഴുതും, അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ തലമുറയായപ്പോഴേക്കും, ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയിലെ ആൾക്കാർക്ക് ഡയറി വിസ്തരിച്ച് എഴുതിയിരുന്നു. അവരെന്താ എഴുതിയിരുന്നതിൽ വേറെ പ്രശ്നം. പക്ഷേ ഡയറി എഴുത്ത് നിരന്തരം നടന്നിരുന്നൊരു പ്രക്രിയയാണ്. അത് നിലച്ചുപോയി. ഞങ്ങളുടെ തലമുറയ്ക്ക് അശോകൻ്റെ എൻ്റെ തലമുറയ്ക്ക് ഡയറി എഴുത്ത് തീരെയില്ല. കത്തെഴുത്ത് പഠിത്ത കാലത്ത് അത് അവസാനിച്ചു. പിന്നെ കത്തുകളിലാണ് നമ്മൾ വലിയൊരു ആത്മാംശം. 1-to-1 കറസ്പോണ്ടൻസ് ആണെങ്കിലും കുറേയൊക്കെ ഞാനൊക്കെ കുറേ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സാഹിത്യ രൂപം നൽകിയാണ് നമ്മൾ എഴുതുന്നതൊക്കെ. അത് അങ്ങനെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആയിട്ടുള്ള ആൾക്കാർക്ക് നീണ്ട കത്തുകളൊക്കെ എഴുതും. അതും അവസാനിച്ചു. അപ്പോൾ നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ നടക്കണമല്ലോ. വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മുടെ എഴുത്ത്. വാട്സാപ്പിൽ ഈ പറഞ്ഞ പോലെ 1-to-1 ഇതാണ് വിവരങ്ങൾ കൊടുക്കുന്നത്. അതിൽ കുറേ ഫോർവേഡുകളായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് എന്നുള്ളത് വലിയൊരു അങ്കക്കളരിയായിട്ട് മാറി. ഈ അങ്കക്കളരിയില്ല, പണ്ട് ജോസഫ് മുണ്ടശ്ശേരി ഈ വായനക്കാർ എഴുതുന്നു എന്നുള്ള പങ്ക്തിക്ക് ഒരു വായനക്കാർ എഴുത്തുകാരാവുന്നു എന്ന് ടൈറ്റിൽ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സംഭവിച്ചു സത്യത്തിൽ ഇപ്പോൾ. കാരണം എല്ലാ വായനക്കാരും എഴുത്തുകാരായി, വായനക്കാരല്ലാത്തവരും എഴുത്തുകാരായി. ഇപ്പോൾ ഒരു തമാശ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിലൊരു എഴുത്തുകാരൻ, വളരെ പ്രായമുള്ള ആളാണ്, എഴുത്തുകാരെന്ന് പറയുന്നില്ല, ആൾ 3-4 പുസ്തകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിനൊരു അവതാരിക എഴുതി തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പുസ്തകം, നോവലാണ്. ഞാൻ എന്താ നോവലിൻ്റെ സ്വഭാവം, അതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ എഴുതുന്നുണ്ടെന്നുള്ളത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ സാധാരണ നിങ്ങളെ ഇഷ്ടം എന്താണ്? അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇതേവരെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ പേപ്പർ പോലും വായിക്കാറില്ല. അങ്ങനെ വളരെ എഴുത്താണ്. അപ്പോൾ വായനക്കാർ മാത്രമല്ല, ഞാൻ പറഞ്ഞു വായനക്കാർ മാത്രമല്ല, വായനക്കാരല്ലാത്തവരും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു നാഥനില്ലാ കളരി പോലെ ആയിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഇത്തിരി വിഷമമുണ്ട്. പക്ഷേ പെരുകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുസ്തകങ്ങൾ നമ്മളൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എഴുത്തുകാരെ ഓടിച്ചെന്ന് കാണുക മതി. എന്ത് MT പോണ്ട്, തിക്കോടിയം പോണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരാധകനായിട്ട് കൂടെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, സംസാരിക്കാൻ പോലുമല്ല, നമ്മൾ നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്, തൊടാൻ വേണ്ടിയിട്ടൊന്നും പറയില്ല, അതുപോലെ നമ്മൾ കാണാൻ പോയിരുന്നു. ഇപ്പോൾ തിരിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വലിയ എഴുത്തുകാരെന്ന് പറയുന്ന ആളുകളൊക്കെ നാണം മറന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ പുസ്തകം ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട്, ജർമ്മൻ ഭാഷയിൽ വരുന്നുണ്ട്, എൻ്റെ ഭാഷ തെലുങ്കിൽ വരുന്നുണ്ട്. അത്ര വലിയ എസ്റ്റാബ്ലിഷ് ചെയ്ത എഴുത്തുകാരാണ് അവർ പോലും. ഇപ്പോൾ വായനക്കാരെ തേടി നടക്കാം. ഞാൻ പറയും ടേബിൾ തിരിച്ചിട്ടു. ടേബിള് ഒരു സ്ഥലത്ത് എഴുത്തുകാർ ഇവിടെ, വായനക്കാർ അവിടെയായിരുന്നു. ഇപ്പോൾ തിരിച്ചാണ്. വായനക്കാർ മുകളിലിരിക്കുന്നു, എഴുത്തുകാരൊക്കെ താഴത്താണ്. എന്താ വെച്ചാൽ എഴുത്തുകാരുടെ ആവശ്യമാണ്, വായനക്കാരെന്നുള്ള എഴുത്തുകാരുടെ ആവശ്യമാണ്. അപ്പോൾ അവർ അത്രത്തോളം തരം താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കച്ചവട കളരി പോലെയാണ് ഈ ഫേസ്ബുക്ക്. അതിൽ ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായി കവർ ചട്ട പ്രകാശനം ചെയ്യണം. കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് പേര് പ്രകാശനം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും വാട്സാപ്പിൽ ഈ നമ്പറിൽ ഞാൻ പുസ്തകം അയച്ചു തരാം, ദയവ് ചെയ്തിട്ട് പുസ്തകം എടുക്കണം ഇന്ന് പോസ്റ്റ് ഇടും. അതിന് പുറമെ മെസ്സഞ്ചറിൽ വന്നിട്ട് പറയും, നമ്പർ അയച്ചിട്ട് പറയും ഇതിൽ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ പുസ്തകം അയക്കാറുണ്ട്. അങ്ങനെ എഴുത്തുകാരൻ്റെ ഒരു യാചകനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഈ പെരുകിയ പുസ്തകത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇത്രയ്ക്ക് പോകണം. ഞാൻ പറഞ്ഞില്ല, ഇത് ആരൊക്കെ എഴുതേണ്ടത്, ആരൊക്കെ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത് ആർക്കും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ്. അതുകൊണ്ട് പക്ഷേ ഇതിനൊരു സ്വയം നിയന്ത്രണം ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് കൊള്ളരുതാത്ത ഫേസ്ബുക്കിൽ കുറേ കുത്തിക്കുറിച്ചിട്ട് അതൊക്കെ വലിയ പുസ്തകമായിട്ട് ഇറക്കുന്നത് ഒരു തരത്തിൽ സാമൂഹ്യദ്രോഹം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് വാങ്ങാതിരിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ സൗഹൃദങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ വാങ്ങി വയ്ക്കും. അങ്ങനെ ഈ പുസ്തകം ആവശ്യമില്ലാത്ത കുറേ പുസ്തകങ്ങൾ പുറത്തിറങ്ങേണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇത്രയാണ് എനിക്കിപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്. അശോകനെ വീണ്ടും നിൽക്കുകയായിരുന്നു. നമ്മുടെ ഇവിടെ ചർച്ചയിൽ വായനയുടെ മാറുന്ന സ്വഭാവത്തെക്കുറിച്ചും ഉണ്ട്. പക്ഷേ അതിവിടെ ചർച്ച ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. അതൊരു വലിയ വിഷയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലെ വായന, അതിൽ തന്നെ ഓഡിയോ വായന ഇപ്പോൾ ഭയങ്കര സജീവമായിരിക്കുന്നു. അതുപോലെ തന്നെ ബുക്കുകൾ, മലയാളം പഠിക്കാത്തവർക്ക്, എന്നാൽ മലയാളം കേട്ടാൽ മനസ്സിലാവുന്നവർക്ക് കൂടി മലയാള വായനയുടെ മേഖലയ്ക്ക് ചേരാൻ കഴിയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോൾ വേറൊരു ജീവിത മേഖലയിലേക്ക് കൂടി പുസ്തകങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതും കൂടി ഇവിടെ ചർച്ച ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. കൃഷ്ണമൂർത്തി ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന് എഴുത്തുകാരെല്ലാവരും
അവരവരുടെ പ്രൊമോട്ടർമാരായിട്ട് ഏതാണ്ട് തെരുവിൽ നിൽക്കുന്ന പോലെ വിളിച്ചു പറയുന്നത് പോലെ മുന്നോട്ട് വരുന്ന ഒരു വസ്തുത കാണാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നമ്മളാരും അതിൽ നിന്ന് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നമ്മളും അതിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ അത് ആ ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിക്കപ്പെടുന്നതാണ്. അതൊരു പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ തന്നെ എഴുത്തുകാരൻ അവൻ്റെ പുസ്തകങ്ങൾ വിൽക്കാൻ തന്നെ, പ്രൊമോട്ട് ചെയ്യാൻ മാത്രമല്ല വിൽക്കാൻ പോലും ഇറങ്ങി തിരിച്ചിട്ട് ഉള്ള ചരിത്രമൊക്കെ ഉണ്ട്. നമ്മുടെ ബഷീർ പുസ്തകങ്ങളുമായിട്ട് ബോട്ട് ജെട്ടികളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കിടന്ന് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊൻകുന്ന് വർക്കിയുടെയൊക്കെ ജീവചരിത്രം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പുസ്തകം വിൽക്കാനായിട്ട് എത്രയോ അലഞ്ഞു നടന്നതും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒക്കെ തന്നെ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ പിന്നീടുണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളീയ സമൂഹം വളരെ ഗൗരവമായി സാഹിത്യത്തെ കൈകാര്യം ചെയ്യുകയും എഴുത്തുകാരൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ പുസ്തകം വിൽക്കലല്ല, തൻ്റെ പുസ്തകത്തിന് പ്രൊമോഷൻ കൊടുക്കലല്ല, തൻ്റെ പുസ്തകത്തിൻ്റെ എത്രമാത്രം ആളുകൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വേവലാതിപ്പെടലല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേവലാതിക്ക് അപ്പുറത്ത് സമൂഹത്തെക്കുറിച്ചുള്ള വേവലാതിയാണ്, അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള വേവലാതിയാണ് അവനാവശ്യം. അവൻ ഈ പുസ്തകം വിൽപ്പനയുടെ കാര്യവും കണക്കിൻ്റെ കാര്യവും അതുപോലെ തന്നെ അതിന് എത്രമാത്രം റേറ്റിംഗ് ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് സമൂഹത്തെക്കുറിച്ച് വേവലാതിപ്പെടാനുള്ള അവൻ്റെ സമയം നഷ്ടപ്പെടും. അത് അവൻ്റെ സാഹിത്യത്തിൽ ബാധിക്കും. സാഹിത്യത്തെ ബാധിക്കുന്നത് അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഗൗരവം കുറയുന്നത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് അത് കുഴപ്പം ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ സമൂഹം മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ എഴുതുക, ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായനക്കാരടക്കമുള്ള സമൂഹം മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊള്ളാം. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് സാഹിത്യ വിമർശനം. ഇപ്പോൾ സാഹിത്യ വിമർശനം തകർന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ പെരുകുന്ന പുസ്തകങ്ങൾ, ആ പെരുകുന്ന പുസ്തകങ്ങളിൽ തന്നെ അനർഹമായിട്ടുള്ള എഴുത്തുകാരൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അച്ചടിക്കപ്പെടുകയും ബുക്ക് സ്റ്റാളുകളിൽ എത്തപ്പെടുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പം, ആ പുസ്തകങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രം, ആ പുസ്തകങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ആ സോഷ്യൽ മീഡിയയിലെ പലവിധ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പൊതുവേ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത്, അതിൻ്റെ പബ്ലിസിറ്റിയുടെ രംഗത്ത് വലിയ തരത്തിലുള്ള അത്ര അഭിലഷണീയമല്ലാത്ത ഒരു മത്സരം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. പല പുസ്തകങ്ങളും വേണ്ടത്ര രീതിയിൽ, പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് ഒരു പുസ്തകത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കപ്പെടുന്നതിന് വായന തന്നെയാണ്. ആ വായനയുടെ ഏറ്റവും ഒരു ഉയർന്ന തലം എന്ന് നമുക്ക് കരുതാവുന്ന സാഹിത്യ വിമർശനമാണ് വായനയുടെ ഏറ്റവും ഉയർന്ന തലം. ഇപ്പോൾ എഴുത്തുകാരൻ്റെ ഒരു കൃതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാഹിത്യ നിരൂപണം നടത്തണം, പുസ്തക അഭിപ്രായം എഴുതണം, പുസ്തകക്കുറിപ്പുകൾ എഴുതണം, അതാണ് നിരൂപണം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എങ്കിൽ പോലും സമൂഹത്തെക്കുറിച്ചുള്ള ആലോചനകൾക്കിടയിൽ പുസ്തകവും സാഹിത്യവും വരുന്നതാണ് സാഹിത്യ വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ. അവിടെ ഗൗരവപ്പെട്ട കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നത്തിന് പകരം വന്നു ചേർന്നിരിക്കുന്ന സംഗതികളാണ് നേരത്തെ പറഞ്ഞത്, ആ വിൽപ്പന തന്ത്രങ്ങൾ. ആ വിൽപ്പന തന്ത്രത്തിന് സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യയും കൂടി വന്നതോടുകൂടി അതിന് വേറൊരു വഴിക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതുമൂലം ശരിയല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിവരയിട്ട് പറയുന്നു, ഇപ്പോൾ വലിയ പബ്ലിഷർ പുറത്തിറക്കുന്ന പുസ്തകത്തിന് ഉണ്ട് എന്നല്ല, അല്ലെങ്കിൽ ചെറിയ പബ്ലിഷർ ഇറക്കുന്ന പുസ്തകത്തിന് ഗുണമില്ല എന്നല്ല, അതൊന്നുമല്ല വിഷയം. പണമുള്ളത് കൊണ്ട്, തൻ്റെ കയ്യിൽ കൂടുതൽ പണമുള്ളത് കൊണ്ട് മാത്രം സാഹിത്യകാരനാകാൻ ശ്രമിച്ചിട്ട് പുസ്തകം അച്ചടിച്ചിറക്കി ആ പുസ്തകം വിപണനത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില പ്രവണതകൾ വിജയിക്കുന്നുണ്ട്. ചിലയിടത്ത് അത് വിജയിക്കുന്നുണ്ട്, വളരെ തന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് വിജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അത്തരം പുസ്തകങ്ങൾ വാങ്ങിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റം പുസ്തക വിൽപ്പനയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിലേക്ക് മറ്റെഴുത്തുകാർക്കും കടന്നു വരേണ്ടി വരുന്നു. അതിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നത്. വീണ്ടും വായനക്കാർ ഒരു സമൂഹം എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നിട്ട് എഴുത്തുകാരോട് പറയണം, നിങ്ങളിതൊന്നും അല്ല ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് സമൂഹം ഉയർന്നു വരണം. നമുക്ക് എത്രയോ സാംസ്കാരിക സംഘടനകളുണ്ട്. ഇപ്പോൾ ഈ സാംസ്കാരിക സംഘടനകളുടെ തന്നെ സ്വഭാവമൊക്കെ മാറിക്കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രൊമോഷൻ അവർ തന്നെ ഏറ്റെടുക്കുക. പലപ്പോഴും ചില ഒരു കോൺട്രാക്റ്റാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പുസ്തകം അച്ചടിക്കുന്നു, ഇത്ര പുസ്തകം വിൽക്കാം, ഇത്ര പുസ്തകം വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ആവശ്യമുള്ള പബ്ലിസിറ്റി കൊടുക്കാം, അതിന് വേണമെങ്കിൽ ഒരു അവാർഡ് സമ്പാദിച്ചു കൊടുക്കാം, ഒരു പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു കൊടുക്കാം.
പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയിപ്പിക്കാം. ഇങ്ങനെ മൊത്തത്തിലുള്ള ചില പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇത് നല്ലൊരു പ്രവണതയല്ല. ഇത് ഈ ഒരു കാരണം കൊണ്ട്, കാരണം എഴുത്തുകാരൻ്റെ ശ്രദ്ധ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. സമൂഹത്തെക്കുറിച്ചാണ് എഴുത്തുകാരൻ ആലോചിക്കേണ്ടത്. ഈ ഒരു വിഷയം പ്രധാനപ്പെട്ടതാണ്. വിഷയത്തിൽ രണ്ടാമത് പറഞ്ഞത് നമ്മൾ മാറുന്ന വായന എന്നുള്ളത്, പെരുകുന്ന പുസ്തകം കഴിഞ്ഞിട്ട് മാറുന്ന വായന. അതിനെക്കുറിച്ചും കൂടി ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അശോകൻ അത് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാനതും കൂടി സൂചിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഓഡിയോ ബുക്സാണ് ഇപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നത്. അപ്പോൾ പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ കേൾക്കാനുള്ള സൗകര്യം ഇപ്പോൾ സ്റ്റോറി ടെൽ വഴിക്കും കുക്കു FM വഴിക്കും വേറെ പല ഓഡിയോ പ്ലാറ്റ്ഫോം വഴിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കയറടക്കം പല പുസ്തകങ്ങളും ഞാൻ കേൾക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു മീഡിയ ആയിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, പുസ്തകങ്ങൾക്കും നമ്മൾ ഇപ്പോൾ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട എഴുത്തുകാരുടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളൊന്നും ഇപ്പം ഇനി ആവശ്യമില്ല. അവിടെ ഈ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കയറ്, പാവങ്ങൾ, അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളൊക്കെ അതിൽ വളരെ, ബെന്യാമിൻ്റെ പുസ്തകങ്ങളുണ്ട്, രാമകൃഷ്ണൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ ഒരുവിധം നല്ല പുസ്തകങ്ങളൊക്കെ അതിലുണ്ട് ഇപ്പോൾ. പക്ഷേ ഇനി ആ പുസ്തകങ്ങളും ആവശ്യമില്ല എന്നാണ് അവരിപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞത്. പോളിസി മാറ്റാൻ പോകണമെന്ന്. ഇനി വരാൻ പോണത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി വന്നു കഴിഞ്ഞത് ഓഡിയോ ബുക്സ് വേറെ തരത്തിലാണ്. അതായത് ഒരു തരം കേൾവിക്കുള്ള സീരിയലുകൾ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഞാളുടെ പേര് പറയുന്നില്ല, ആൾ പറഞ്ഞത് ഹിന്ദിയിൽ നിന്ന് ഒരു നോവല്, ഓഡിയോ നോവല് കിട്ടിയിട്ടുണ്ട്. അത് 1500 അധ്യായങ്ങൾ, എപ്പിസോഡെന്ന് പറയാൻ വേണമെങ്കിൽ ഈ സീരിയലിൻ്റെ ഭാഷയിൽ അത് കിട്ടിയിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത്യാവശ്യമായിട്ട് ഹിന്ദി അറിയുന്ന ആൾക്കാർ, മലയാളം അറിയണം, മലയാളം നല്ല മലയാളം എഴുതാൻ അറിയണം, അതേസമയത്ത് ഹിന്ദിയും നല്ലോണം അറിയണം. അങ്ങനെ ആൾക്കാർ കിട്ടാനുണ്ട്. ആൾക്കാർ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരാളെന്ന് ആൾക്കാരുണ്ടെങ്കിൽ എത്ര ആൾക്കാർ വേണം? കാരണം ഇപ്പോൾ 900 എപ്പിസോഡാണ് കിട്ടിയിരിക്കുന്നത്. 1500 വരെ നീണ്ടുപോകാനുള്ള. അത് വളരെ ഭംഗിയായിട്ടാണ്, വളരെ മ്യൂസിക് കൊടുത്തിട്ട് അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് പുസ്തകം വരുന്നത്. പക്ഷേ ഈ എഴുതപ്പെടുന്ന പുസ്തകങ്ങളല്ല അത് ഇത് ശബ്ദരൂപത്തിൽ മാത്രം നിലനിൽക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് 3-4 പേര് അത്യാവശ്യമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിലത്തെ ഒരു എപ്പിസോഡ് എനിക്ക് അയച്ചു തന്നു ഹിന്ദിയിലത്തെ. എനിക്ക് പറഞ്ഞു, സാമാന്യം ഭാഷയിൽ, നല്ല ഭാഷയിൽ, മലയാളത്തിൽ വലിയ സാഹിത്യമൊന്നും വേണ്ട, മലയാളത്തിലേക്ക് ആക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അത് മാത്രമല്ല, അത് ഗൂഗിൾ ഡോക്കിൽ എഴുതി കൊടുക്കണം. ഗൂഗിൾ ഡോക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ, എഴുതി കൊടുത്താൽ എടുക്കില്ല, ഗൂഗിൾ ഡോക്കിൽ തന്നെ കൊടുക്കണം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡോക്കിൽ വേർഡ്സ് കൗണ്ട് ചെയ്തിട്ട് ഒരു വാക്കിന് ₹1 വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓഫർ. അപ്പോൾ ഞാൻ കുറേ പേര് സമീപിച്ചു. കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവർ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർ അപ്പോൾ പലരും തള്ളിപ്പോയി. എന്താ വെച്ചാൽ അവർക്ക് ചിലർക്ക് ഗൂഗിൾ ഡോക്ക് എഴുതാൻ അറിയില്ല. നല്ല ഭാഷയുടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഹാൻഡ് റിട്ടൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെവരൊക്കെ റിജക്റ്റ് ചെയ്തു. അവസാനം 3-4 പേരെ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ആദ്യത്തെ 100 എപ്പിസോഡ് ഒരാൾക്ക് കൊടുക്കും, പിന്നെ 1 തൊട്ട് 100 വരെ, 101 തൊട്ട് 200 വരെ ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഫാക്ടറി പോലെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കാനൊക്കെ നല്ല സുഖമുള്ളതാണ്, സോഫ്റ്റ് ഫോണാണ്. അപ്പോൾ വായന ഒരുപക്ഷെ ഇനി പുസ്തകങ്ങൾക്ക്, അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് പോലും ആവില്ല, ഇതേപോലെയുള്ള നിർമ്മിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക്. ഇത് കുറച്ച് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. അറിയില്ല ഇനി നമ്മുടെ വായന ഏത് വഴിക്ക് പോകണമെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഈ മാറുന്ന വായന എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരം ഓഡിയോ പ്ലാറ്റ്ഫോമുകളായിരുന്നു. ഇനി അതുപോലും നമുക്ക് ഇപ്പോൾ നല്ലൊരു പുസ്തകം കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സാഹിത്യത്തിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈസി റീഡിങ് പോലെ തന്നെ ഈസി ഹിയറിങ്ങും വരും. അപ്പോൾ ഇതിൻ്റെ നിലവാരം നമ്മൾ ഒരിക്കലും ഇനി നമ്മൾ പ്രതീക്ഷിക്കും പോലെ മുകളിലേക്ക് പോയിക്കൊള്ളുന്നൊന്നുമില്ല. അത് താഴത്തേക്ക് വരാനാണ് സാധ്യത. അതിനാണ് കൂടുതൽ ഇതുള്ളത്. എന്താ പറയേണ്ടത്, പ്രചാരണ സാധ്യത, കൂടുതൽ പ്രചരിക്കാനുള്ള എളുപ്പം അതായിരിക്കും. അപ്പോൾ നമ്മളിനി അതിൽ ചാട്ടിയും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ പൈങ്കിളി സാഹിത്യത്തിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. പൈങ്കിളി സാഹിത്യം അധമമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇതൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ വായനയിലേക്ക് ഒരു പക്ഷേ ഇനിയിപ്പോൾ അതാവും കൂടുതൽ വരാൻ സാധ്യത. കാരണം സ്പീഡായിട്ടുള്ള ജീവിതമാണ്, നമ്മൾ പറയും വളരെ വേഗത്തിലുള്ള ജീവിതമാണ്. അപ്പോൾ കുത്തിയിരുന്ന് വായിക്കാനൊന്നും ഇതിപ്പോൾ നമ്മൾ MT എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വായിപ്പിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ്റെതാണ്. വായനക്കാരന് യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ പുസ്തകം വായിച്ചോളുന്നത്. അപ്പോൾ വായിക്കാനുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു പിടിച്ചു വലിക്കുന്ന ഒരു സംഭവമാണ്. അത് അവസാനം വരെ നിലനിർത്തുക വേണം. അത് എഴുത്തുകാർക്ക് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുസ്തകങ്ങൾ നിലനിൽക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം അത്ര വലിയ തലകുത്തി മറിഞ്ഞിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന പോലെ ഒരു പുസ്തകം ഒന്നും വായിക്കേണ്ട ആവശ്യം നമുക്കില്ല ഇപ്പോൾ. അപ്പോൾ അത് കൂടുതൽ ഓഡിയോ വായനയിലേക്ക് പോകുന്നുണ്ട്. അതേസമയത്തിന് ഓഡിയോ വായന ഇങ്ങനെയായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂടുതൽ കിളിപ്പെടുത്തെന്ന് പറയുന്നില്ല, പക്ഷേ വളരെ സുഖകരമായിട്ടുള്ള
കേൾവിക്കുള്ള എഴുത്തായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനൊരു ട്രെൻഡ് കൂടി ഇപ്പോൾ വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വായന എന്ന് പറയുന്നത് വായനയ്ക്ക് വലിയൊരു ഉന്മേഷവും ഉണർവും ഉണ്ടാക്കുമെന്നുള്ള കാര്യം സംശയമില്ല. പുസ്തകങ്ങൾ എത്ര കാലം ഈ രൂപത്തിലുള്ളത് നിൽക്കും എന്നുള്ളത് സംശയം തന്നെയാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പുസ്തകങ്ങളുടെ മണം, പുതിയ പുസ്തകത്തിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തരം വായനയുമായി ബന്ധപ്പെട്ട ചില നൊസ്റ്റാൾജികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും അത്ര കാലം നിൽക്കുന്നു തോന്നുന്നില്ല. ഇപ്പോൾ പഴയ താളിയോലകൾ ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പുസ്തകങ്ങളും സൂക്ഷിച്ചു എന്ന് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം വായന വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഇതുപോലുള്ള ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള വായന തന്നെയാണ് ഞാനിപ്പോൾ കൂടുതലും അവലംബിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോ ബുക്സ്, പ്രത്യേകിച്ചും ഓഡിയോ ബുക്സ് നമുക്കത് പറഞ്ഞ പോലെ നമുക്ക് സൗകര്യം പോലെ ഇരുന്നു കൊണ്ട് മറ്റെന്തെങ്കിലും അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാൻ കഴിയുന്നു. ആദ്യകാലത്ത് ഞാൻ വായിച്ചിരുന്നത് വായന എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കടമയാണ്. അത് ഇപ്പോൾ നമ്മൾ കേൾവിയിലൂടെ നമുക്കത് എത്ര കണ്ട് നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയും, വരികൾക്കിടെ വായിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള കേൾവിയിലൂടെ എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു നല്ല മാർഗം തന്നെയായിട്ടാണ്. അതുപോലെ തന്നെ ഇ ബുക്കുകൾ പ്രത്യേകിച്ചും കുറേയൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വലിയൊരു സൗകര്യമാവും. ഈ അക്ഷരങ്ങളൊക്കെ വലുതാക്കി നമുക്ക് വായിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സംഗതി ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സാങ്കേതികവിദ്യക്കൊപ്പം മറ്റൊരു സംഗതി കൂടി നടക്കുന്നുണ്ട്. അതായത് ഒരു സാങ്കേതികവിദ്യ പുതിയൊരു സാങ്കേതികവിദ്യയിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചൊരു സമൂഹം കൂടി അവിടേക്ക് കടന്നു വരും. പ്രത്യേകിച്ചും സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഒരു വായനാ സമൂഹം കടന്നു വരും. അവർക്കാകട്ടെ പരമ്പരാഗത രീതികളൊന്നുമില്ലാത്ത, അതല്ലെങ്കിൽ പാരമ്പര്യമായ വായനയുടെ രീതികളോ അതിൻ്റെ ഭാഗമായിട്ടുള്ള, ഇപ്പോൾ വായനയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ട്, പുസ്തകങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്, സാഹിത്യത്തിന് ചരിത്രമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തുടർന്ന് വന്നിട്ടുള്ളവരാണ് നമ്മുടെ വായനക്കാർ. പുതിയ തലമുറ വരുന്നെങ്കിൽ പോലും പഴയതിനൊന്നും ഉപേക്ഷിക്കുന്നില്ല, അതിൻ്റെ തുടർച്ചയായിട്ടാണ് വായന നിൽക്കുന്നത്. പക്ഷേ ടെക്നോളജിയുടെ ഭാഗമായിട്ട് പുതുതായിട്ട് ഈ മേഖലയിലേക്ക് ഉപഭോക്താക്കളായിട്ട് അല്ലെങ്കിൽ അനുവാചകരായിട്ട് എത്തിച്ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായങ്ങളും സമീപനങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അത് സ്വാഭാവികമായിട്ടും വായനയെ ബാധിക്കും. വായനയെ ബാധിക്കുന്ന കാര്യങ്ങൾ ആളെഴുത്തിനെ ബാധിക്കും, യാതൊരു സംശയമില്ല. ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ തന്നെ സമൂഹത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി ചിന്തിക്കുകയും സമൂഹത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ലോകത്തിൻ്റെ നന്മയെക്കുറിച്ചും ഒക്കെ തന്നെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കൂടുതലും വായനയിലേക്ക് വന്നത്. അല്ലെങ്കിൽ വായനയിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ ആയിത്തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ചില പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ പൈങ്കിളി സാഹിത്യം പോലെയല്ല അത്. പഴയ പൈങ്കിളി സാഹിത്യവും ഒരു സാമൂഹ്യ നന്മയെ മുന്നോട്ട് വെച്ചിട്ടാണ് പോയിരുന്നത്. അതിൻ്റെ ഭാഷയും അതിൻ്റെ ഘടനയും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തവും കുറച്ച് ലാഘവത്തോടു കൂടിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ലീഷകളും ഒക്കെ ടൈപ്പ് കഥാപാത്രങ്ങളും ഒക്കെ ആണെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല, മൊത്തം ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറിപ്പോകുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ വായനക്കാരുടേതായിട്ട് മാറിപ്പോകുന്നു. ഒരു അനുഭവം പറയാം. അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കാട്ടൂർക്കടവ് നോവൽ വായിച്ച് പല ആൾക്കാരും വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകം വായിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. വായിക്കേണ്ടെന്ന് വിചാരിക്കാൻ അദ്ദേഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ പ്രസാധകന്മാർ അതൊരു രാഷ്ട്രീയ നോവലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ലാത്ത നോവൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എനിക്കങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയവും അല്ലാത്ത നോവലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചർച്ചാ വിഷയമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറംചട്ടയിൽ ഈ രാഷ്ട്രീയ നോവൽ എന്നുള്ളതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം തീരെ ഇഷ്ടമില്ല. ആ വായനക്കാരൻ പറയുകയാണ്. ഞാൻ നല്ല വായനക്കാരനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം, ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നമുക്കറിയാം, ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹം അനുഭവക്കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ രാഷ്ട്രീയ നോവലുകളൊന്നും വായിക്കും, രാഷ്ട്രീയം ഇഷ്ടമില്ല. അത് കാരണം രാഷ്ട്രീയം എന്ന് കണ്ടപ്പോൾ ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ മേടിക്കേണ്ടത്. പക്ഷെ വായിച്ചപ്പോൾ എനിക്കതിൽ മനുഷ്യ ജീവിതം മറ്റൊക്കെ ഇട്ട് എനിക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പണ്ട് കാലത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർ എന്നല്ല, സമൂഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്യുന്നതിൻ്റെ മനുഷ്യൻ്റെ ഒരു മേഖലയായിരുന്നു വായന എന്ന് പറയുന്നത്. അപ്പോൾ അവർ വായിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, അത് വേറൊരു വിഷയമാണ്.
സമൂഹത്തെക്കുറിച്ച് താല്പര്യമുള്ളവർ ഇപ്പോൾ വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഫിക്ഷൻ വായിക്കുന്നുണ്ടോ വേറെ കാര്യം. പക്ഷേ അങ്ങനെയല്ലാത്ത വലിയൊരാളുകൾ, വലിയൊരു സമൂഹം വായനയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവർ കടന്നു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ സാഹിത്യത്തിൻ്റെ രൂപവും ഭാവവും മാറിയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച സമയം അവസാനിക്കുകയാണ്. ഞാൻ 15 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ചുരുക്കി ഒരു കാര്യം പറയട്ടെ. ഈ പുസ്തകങ്ങളെ പറ്റി ഞാൻ അടുത്ത കാലത്ത് പല ലേഖനങ്ങൾ വായിച്ചപ്പോൾ, പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രസാധകരെക്കുറിച്ചും വായനക്കാരെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും നോക്കിയപ്പോൾ ഒരു വിഷയം ഞാൻ വിവരം കിട്ടിയത്, ആനന്ദിൻ്റെ ആൾക്കൂട്ടം, നമ്മൾ വളരെ മലയാള നോവലിലൊരു യുഗം തുടങ്ങി വെച്ച ആൾക്കൂട്ടം നല്ല നോവൽ 70 ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാം പതിപ്പ് ഉണ്ടാവുന്നത് 1978. 8 വർഷത്തിന് ശേഷമാണ് ആൾക്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഉണ്ടാവുന്നത്. ഇപ്പം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതേപോലെ മലയാള നോവലിൽ വലിയൊരു ദിശാ വ്യതിയാനം വരുത്തിയ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം നോവൽ ഇറങ്ങിയിട്ട് 3-ാമത്തെ വർഷമാണ് അതിൻ്റെ രണ്ടാം പതിപ്പ് ഇറങ്ങുന്നത്. ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പുസ്തകങ്ങൾ ഇറങ്ങി അടുത്ത ആഴ്ച അതിൻ്റെ രണ്ടാം പതിപ്പ് വരുന്നു, മാസങ്ങൾക്കുള്ളിൽ 10,000 കോപ്പികൾ വിറ്റ് തീരുന്നു. ഇത് വലിയൊരു മറിമായാണ്. ഒരു കാരണം നമ്മൾ എല്ലാവരും പേഴ്സണലായിട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതും ലൈബ്രറി പ്രസ്ഥാനം വളരെയധികം സജീവമായി എന്നുള്ളത് കാരണമാണ്. പക്ഷേ ഒരു നോവൽ ഒരു മാസം കൊണ്ട് 10,000-15,000 നോവലൊക്കെ പുസ്തകങ്ങൾ വിറ്റ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടൈറ്റിൽ വിറ്റ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. വായനക്കാർ തന്നെയാണ് പുസ്തകങ്ങൾ വാങ്ങണമെന്നൊരു സംശയം പോലും എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഞാനിത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കില്ല, നിങ്ങളിതിൽ പങ്കെടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കില്ല, നിങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതും കൂടി പറഞ്ഞാലേ ഈ ചർച്ച പൂർത്തിയാവുള്ളൂ. രവികുമാർ ഇരിക്കുന്നുണ്ട്, സുബീഷ് ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഇവിടെ പ്രസാധകരുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, വലിയ വായനക്കാരിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് പങ്കെടുത്തിട്ട് ബാക്കിയുള്ള 15 മിനിറ്റ് നമുക്കിത് സാർത്ഥകമാക്കാം എന്നാണ് എൻ്റെ ആശ്വാസം. ബഹുമാനപ്പെട്ട സാർ, എൻ്റെ പേര് അജിത് സുന്ദർജി എന്നാണ്. ഞാനൊരു UD ക്ലർക്കാണ്. കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കൊല്ലം ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് പ്രാചീന കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അന്നുള്ള പ്രാചീന കവികളും സാഹിത്യകാരന്മാരും എഴുത്തച്ഛൻ, അതുപോലെ പൂന്താനം, അങ്ങനെയുള്ളവരൊക്കെ കൃതികൾ എഴുതുമായിരുന്നു. പക്ഷേ പിന്നെ കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1960-കളായപ്പോൾ പുസ്തകങ്ങൾ പെരുകി തുടങ്ങി. പുസ്തകങ്ങൾ 1970, 80, 1990 പുസ്തകങ്ങൾ അച്ചടിക്കുന്ന പബ്ലിഷേഴ്സ് അത് വളരെ അധികം, അതായത് DC ബുക്സ്, മാതൃഭൂമി ബുക്സ്, മനോരമ, HNC, അങ്ങനെ ഒരുപാട് 2024 പുസ്തകങ്ങൾ ഒരുപാട് പെരുകിയിരിക്കണം. അപ്പോൾ ഇന്നുള്ള സമൂഹത്തിന് അത് എങ്ങനെയാണ് നല്ല പുസ്തകങ്ങളെന്ന്, ഒരു പുസ്തകം വായിക്കുന്ന വഴി ഒരുവൻ രക്ഷപ്പെടുകയുള്ളൂ. ഒരുത്തൻ്റെ ജീവിതം അവനെ നല്ലവനാക്കി തീർക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പം ഈ പെരുകുന്ന പുസ്തകങ്ങൾ അതിൽ നല്ലത് തിരഞ്ഞെടുത്ത് ഇന്നുള്ള കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും പുസ്തകങ്ങളെ പെരുകുന്ന പുസ്തകങ്ങൾ നല്ല ഒരു ഭാവി ഉണ്ടാവാൻ, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ കഴിയുമോ എന്ന് ആണ് എൻ്റെ ചോദ്യം. സിവിക് ചന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും ഭീഷണിയായിട്ട് കണ്ടിരുന്നത് പ്ലാസ്റ്റിക്കാണെന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് അല്ല പുസ്തകങ്ങളാണെന്ന് സർക്കാസ്റ്റിക്കാണ് പറയുന്നത്. പക്ഷേ അതിലൊരു സത്യമുണ്ട്. പിന്നെ ആവശ്യത്തിലധികം പുസ്തകങ്ങളുണ്ട്, പല പുസ്തകങ്ങളും വായിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്, പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിലും വായിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കാലത്തിൻ്റെ ഓഡിറ്റിങ്ങിൽ പെട്ടിട്ട് ഇത് ആവശ്യമില്ലാത്ത പുസ്തകങ്ങളായിരുന്നെന്ന് തെളിയാൻ സാധ്യതയുണ്ട്. ഞാൻ പറയില്ല, ഒരാൾ പണം കൊടുത്ത് പുസ്തകം വാങ്ങുന്നത് പുസ്തകത്തിൻ്റെ പ്രചാരത്തിൻ്റെ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ എന്താ പറയണ്ടേ ജനപ്രിയതയുടെ ഒന്നും ലക്ഷണമല്ല. നമ്മൾ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടിട്ടാണ് പല പുസ്തകങ്ങളും നമ്മൾ വാങ്ങുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറില്ല. നമ്മൾ കയ്യിൽ ഇഷ്ടംപോലെ എൻ്റെ കയ്യിൽ കുറേ പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട്. ആൾക്കാർ തന്നതും ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ ഇരിക്കും. ഞാൻ വായിക്കാറില്ല, വായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ പോലും സമയമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത്തരം പുസ്തകങ്ങൾ, ഇത് പറയുന്നത് ഒരു അഹങ്കാരമാണെന്ന് എനിക്കറിയാം, പക്ഷേ പുസ്തകങ്ങൾ ഇത്രയൊന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ള ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ ഇതൊരു സത്യമാണ്. നമുക്ക് പുസ്തകങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ മലയാളത്തിൽ ഒരു ദിവസം ഒരു 10 പുസ്തകം ആർക്കാണ് വായിക്കാൻ പറ്റുക? ഒരു പുസ്തകം പോലും നമുക്ക് ഒരു ദിവസം വായിക്കാൻ പറ്റില്ല. നമുക്കതുമായിട്ട് കുറേ പണികളുണ്ടല്ലോ വേറെ. ഈ പുസ്തകം വായിച്ചിരുന്നാൽ മാത്രം പറ്റില്ല. ശ്രീ അശോകൻ ചെരുവിൽ പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ പുതിയ എഴുത്തുകാരൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ പുറകെ, പുസ്തകത്തിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ പുറകെ, അല്ലെങ്കിൽ അതിന് പുസ്തകം പൈസ കൊടുത്ത് എടുത്തിട്ട് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി അവരുടെ ഇൻഫ്ലുവൻസേഴ്സിനെയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് യഥാർത്ഥത്തിൽ കമ്മോഡിറ്റൈസേഷൻ ഓഫ് റൈറ്റിംഗ്, അതായത് വിപണിവൽക്കരിച്ച
എഴുത്ത് ആ രീതിയിലേക്ക് മാറുന്നു എന്നുള്ള ആ ഒരു കൺസേൺ ഉണ്ടല്ലോ. സത്യത്തിൽ ജീവിതം എന്താണെന്ന് നോക്കാതെ പുസ്തകത്തെ ഒരു കൊമഡിറ്റി ആയിട്ട് കാണുന്ന ആ പ്രവണതയ്ക്കെതിരായിട്ടാണ് താങ്കൾ പറഞ്ഞത്. അത് ഏറ്റവും വലിയ സത്യമാണ്. കാരണം എല്ലാവരും PR വർക്കിൻ്റെ പുറകെ പോകുന്നു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ MBA പഠിച്ചവരെ കൊണ്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ പുസ്തകം ഒരു കൊമഡിറ്റി ആയിട്ട് മാറുന്നു, ജീവിതം അതിൽ വരുന്നില്ല, അത് മിസ് ചെയ്യുന്നു. അതാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രവണത സത്യം പറഞ്ഞാൽ അത് ഈ അസംബ്ലി ഹാളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. പുസ്തകത്തെ കൊമഡിറ്റി ആക്കുക, അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ പുറകെ പോയിട്ട് എഴുത്തുകാരൻ അതിലേക്ക് അവൻ ശ്രദ്ധ തിരിക്കുക. അപ്പോൾ പിന്നെ എഴുത്തിൻ്റെ പ്രസക്തി എന്താണ്? ആ ഒരു കൺസേണിനെ പറ്റി താങ്കൾ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞാൽ നോക്കും. പുസ്തകം ഒരു പ്രോഡക്റ്റാണ്, യാതൊരു സംശയമില്ല. വിൽപ്പന സാധ്യതയുള്ളതാണ്, വിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അതിൻ്റെ പ്രചരണം പഴയ കാലത്തെ പോലെയല്ല, വിൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു ഉൽപ്പന്നം തന്നെയാണ്. അത് വിൽക്കുമ്പോൾ ലാഭം കിട്ടണം, അത് യാതൊരു സംശയമില്ല. അതിനാവശ്യമായുള്ള പ്രചരണം വേണം. ഇതിലൊന്നും യാതൊരു തർക്കമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വിട്ടു നിന്നിട്ട് ഈ ഒരു മുതലാളിത്തത്തിൻ്റേതായിട്ടുള്ള കാലഘട്ടത്തിൽ, വർഗവിഭജിത സമൂഹത്തിൽ യാതൊരു സംഗതിയും നമുക്ക് നടത്താൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഭാഗമുണ്ടായിരുന്ന സാഹിത്യ രംഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഓരോ എഴുത്തുകാരനും ഉത്കണ്ഠപ്പെടേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ലോകത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, വേദനിക്കുന്നവരെക്കുറിച്ച്, ഭക്ഷണം കഴിക്കാനില്ലാത്തവരെക്കുറിച്ച്, രോഗം ബാധിക്കുന്നവരെക്കുറിച്ച് ഒക്കെയാണല്ലോ. സ്വാഭാവികമായിട്ടും പഴയകാലത്തെ ബുദ്ധനെ പോലെ, സിദ്ധാർത്ഥ രാജകുമാരനായിരുന്ന ബുദ്ധനെ പോലെ എഴുത്തുകാരൊക്കെ അലോസരപ്പെടുന്നത്. അതാണല്ലോ അവൻ്റെ എഴുത്തിലേക്ക് അവനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പക്ഷേ അവൻ്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ അവൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനയെ സംബന്ധിച്ചാണ് എന്ന് വരുമ്പോൾ അത് വലിയ സങ്കടകരമായൊരു കാര്യമല്ലേ? അത് അവൻ്റെ കയ്യിൽ വന്നു പെട്ടതാണ് ആ ഒരു ചുമതല. അത് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പുറത്താണെന്നാണ് പറയുന്നത്. വലിയ തരത്തിൽ എഴുത്തുകാരൻ മാർക്കറ്റിങ്ങിന് മുന്നിൽ നിൽക്കണം, പ്രസാധകൻ്റെ ഉപകരണമായിട്ട് പിന്നാലെ നടക്കണം എന്നുള്ളൊരു ചിന്ത പൊതുവായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല മാർക്കറ്റിംഗ് നടത്തുന്ന ആൾക്കാരെ പ്രസാധകർക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ പുസ്തകത്തിൻ്റെ ക്വാളിറ്റി എന്നല്ല അവിടെ പ്രധാനം. നന്നായിട്ട് സ്വയം തൻ്റെ പുസ്തകങ്ങൾ ചെട്ടിമുടുക്കോടുകൂടി വിൽക്കാൻ കഴിയുന്ന ആളെയാണ് പ്രസാധകന് ഇഷ്ടം. അവൻ്റെ പുസ്തകങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും അവന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കാനും ഒക്കെ വേണ്ടി. അപ്പോൾ അത്തരത്തിൽ താനൊരു നല്ല ചെട്ടിമുടുക്കുള്ള വിൽപ്പനക്കാരനാണെന്ന് തെളിയിക്കേണ്ട ഒരു നിർഭാഗ്യകരമായൊരു അവസ്ഥ കൂടി എഴുത്തുകാരന് വന്നുപെട്ടിരിക്കുന്നു. ഇത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ ചൂണ്ടിക്കാണുന്നത്. കുട്ടേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ആൾക്കൂട്ടം പുറത്തിറങ്ങി 8 വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ രണ്ടാം പതിപ്പ് വരുന്നത്. അതുപോലെ ഖസാക്കിൻ്റെ ഇതിഹാസം പുറത്തിറങ്ങി ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം പതിപ്പ് വരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഒരു പുസ്തകം ഇറങ്ങി അടുത്ത ആഴ്ചയിൽ തന്നെ രണ്ടാം പതിപ്പ്, അതിൻ്റെ അടുത്ത ആഴ്ചയിൽ 3-ാം പതിപ്പ് വരുന്നു. അപ്പോൾ വായനക്കാരെ സംബന്ധിച്ച് ഇതൊരു മികച്ച പുസ്തകമാണ് എന്ന പ്രതീതി ഉണ്ടാവുകയും, പക്ഷെ അത് പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ അതൊരു മികച്ച പുസ്തകമല്ല, പാതി വഴിയിൽ വായന ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും വായനക്കാരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്, എല്ലാവരും ഫേസ്ബുക്ക് എഴുത്തുകാരാണ്. അപ്പോൾ അതിൽ പ്രകീർത്തിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന രചനകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ പലതും വാങ്ങി വായിക്കുമ്പോൾ ഇതത്ര ഗംഭീരമാണോ എന്നൊരു തോന്നൽ വായനക്കാരിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് KR ടോണിയുടെ ജിജി എന്ന കവിത വ്യാപകമായി ചർച്ചയ്ക്ക് വിധേയമായി, വ്യാപകമായി വിമർശിക്കപ്പെട്ടു. അപ്പോൾ കവിതൻ്റെ രംഗത്ത് വന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബ്രഹ്മമാണ്, പ്രപഞ്ചമാണ് എന്നൊക്കെ വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ പലരും ആ കവിത ഭാഷാഭൂഷണി വാങ്ങി ആ കവിത വായിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണോ മികച്ചത്, ഇതത്ര മികച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വായനക്കാരിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആഘോഷിക്കപ്പെടുന്ന പുസ്തകമാണോ, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന കവിതയാണോ, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന കഥയാണോ ഏറ്റവും മികച്ചത്? അതോ വാസ്തവത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ വായനയിലേക്ക് എത്താൻ മലയാളി ഒരുപാട് കാലമെടുത്തു, ഖസാക്കിലേക്കും ആൾക്കൂട്ടത്തിലേക്കും ഒക്കെ. അപ്പോൾ കുറച്ച് താമസം ഉണ്ടെങ്കിലും, കുറച്ച് വൈകിയാണെങ്കിലും പിന്നീട് ആദരിക്കപ്പെടുന്ന, വായിക്കപ്പെടുന്ന പുസ്തകമാണോ, രചനയാണോ ഏറ്റവും മികച്ചത്? ഈ തിടുക്കമുണ്ടല്ലോ, ആഘോഷത്തിലെ തിടുക്കം, അത് വായനക്കാരിലേക്ക് ഒരു തെറ്റായ മെസ്സേജ് എത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് സംശയമില്ല സുബിഷേ. ഈ വായന, ഒരു പുസ്തകം ഒരാഴ്ച കൊണ്ട് 1000-2000 കോപ്പി വിറ്റുമെന്ന് പറഞ്ഞാൽ അത് വായിക്കാനുള്ള സമയം പോലും ഇല്ല ഒരു വലിയൊരു പുസ്തകം വായിക്കാൻ. ഇപ്പോൾ വായന അല്ലെങ്കിൽ പുസ്തകം പ്രചരിക്കേണ്ടത്, പുസ്തകം പോപ്പുലർ ആവേണ്ടത് വായന വഴിക്ക് തന്നെയാണ്. ഒരാൾ വായിച്ചിട്ട് മറ്റേ റെക്കമെൻഡ് ചെയ്ത്, അതിൽ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. അത് ശരിക്കുള്ള വായന. അതാണ് ശരിക്കും ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനും ഇതിനൊക്കെ സംഭവിച്ചത്, ഈ ആൾക്കൂട്ടത്തിനും.
ഇപ്പം അതിന് സമയമില്ല, സമയം കൊടുക്കണില്ല. ഈ പ്രസാദിന് സമയം കൊടുക്കണില്ല, എഴുത്തുകാരന് സമയം കൊടുക്കണില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വലിയ പബ്ലിസിറ്റിയോടുകൂട്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് പാലാഭിഷേകം നടത്തി വരുന്ന പോലെ വലിയ രീതിയിലാണ് ചിലപ്പോൾ വരിക. അത് പലപ്പോഴും ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്കാവില്ല എന്നുള്ള സങ്കടം ഉണ്ട് അതിനിടയിൽ. പക്ഷെ ഇത് പലപ്പോഴും അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. വളരെ വീട്ടിലെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാണ്ട് പോയിട്ടുള്ള എനിക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ 2-3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം എടുത്തിട്ടൊക്കെ ഒരു പുസ്തകം പോപ്പുലർ ആവണമെന്നാണ് പുസ്തകത്തിന് നമുക്കും നല്ലത്. മാറുന്ന വായനയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എൻ്റെ പേര് രമ പൂങ്കുന്നത്ത്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. മാറുന്ന വായന, ഡിജിറ്റൽ വായനയിൽ കൂടെ നമ്മളിപ്പോൾ ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ തുടങ്ങി. അഷ്ടമൂർത്തി സാറ് പറഞ്ഞതുപോലെ ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുസ്തകം തുറന്ന് നോക്കിയിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങൾ, നമ്മളെ ഹൃദയത്തിലേക്ക് നമ്മൾ ആവാഹിക്കുന്ന ഭാഗങ്ങളുണ്ട്. നമ്മൾക്ക് കരയാനും ചിരിക്കാനും ആസ്വദിക്കാനും നമുക്കത് ചേർത്ത് പിടിക്കാനും ഉണ്ട്. ആ സമയം എവിടെ പോയി? നമ്മൾ ആ എഴുത്തിൻ്റെ പിറകെ, ആ ഓഡിയോയ്ക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓട്ടത്തിലാണ് നമ്മൾ. വായന എന്ന് പറയുമ്പം പുസ്തകം നോക്കി ഇഷ്ടമുള്ള വരികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളെ ഹൃദയത്തിലേക്ക് പതിയണം. അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇവിടെ വന്നിരുന്ന ഭാഗ്യമായി, കുറച്ച് നല്ല കാര്യങ്ങൾ കേൾക്കാനിടയായി. അതിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന്, അതായത് അഷ്ടമൂർത്തി സാറിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത്, സാറിന് നമ്മളെല്ലാവരും ഹിപ്പോക്രാറ്റ്സാണ് മിക്ക ആൾക്കാരും. ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചു, അത്ര വെട്ടി തുറന്ന് ഞാൻ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടല്ലോ, അതിൻ്റെ വലിയ കൈയടി നിങ്ങൾ കൊടുത്തേ പറ്റുമോ? സമയമില്ല നമുക്ക്, വാസ്തവമാണ്, അത് റിയാലിറ്റിയാണ്, മനസ്സിലാകും. അപ്പം പ്രശസ്തരായ പുസ്തകക്കാരെ നമ്മൾ തിരഞ്ഞു പിടിച്ച് വായിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മൗത്ത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം, നല്ല പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനേ സമയമുള്ളൂ. നമ്മളെ ലൈഫിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതിനെ വളരെ സ്മാർട്ട് യൂസ് ഓഫ് ദി ടൈം എന്നുള്ളതിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോയാൽ നമുക്ക് ശിഷ്ടകാലം നമുക്ക് നല്ലതായിട്ട് നല്ല പുസ്തകങ്ങൾ വായിച്ച് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ നമുക്ക് അശോകൻ ചെരുവിൽ സാർ പറഞ്ഞൊരു പോയിൻ്റ്, അതിനോടൊരു ചെറിയ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വ്യൂ അല്ല, അദ്ദേഹം പറഞ്ഞു, വായനക്കാരൻ പറഞ്ഞതാണ്. വായനക്കാരൻ എന്താ പറഞ്ഞത്? രാഷ്ട്രീയക്കാരുടെ പുസ്തകങ്ങളൊന്നും വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളൊരു വായനക്കാരൻ്റെ എക്സാക്ട്ലി. പക്ഷെ അതിനോട് യാദൃശ്ചികമായിരിക്കണം. ഇന്ന് രാവിലെ സുരേശൻ, ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഇന്നലെ ജോൺ മുണ്ടക്കയം എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റുണ്ട്, അദ്ദേഹത്തെ ഇവിടെ ഇല്ല, മനോരമയുടെ, അദ്ദേഹം ഇപ്പം ജേർണലിസം ഫീൽഡ് ഉണ്ടെങ്കിലും ആക്റ്റീവല്ല. അപ്പം ഞാൻ ഇന്നലെ ഒരു പുസ്തക പ്രകാശനത്തിന് ഞാൻ പ്രകാശനം ചെയ്തു, അദ്ദേഹം ഏറ്റുവാങ്ങി. പെട്ടെന്ന് എനിക്കൊരു സന്തോഷവും വല്ലാത്ത, കാരണം അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ LLB പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ്, അന്ന് മനോരമയുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാനപ്പോൾ ഒരാളെ ഫോണിൽ വിളിച്ചു, വേറെ ആരുമല്ല, എൻ്റെ കൂടെ അന്ന് പഠിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലോ കോളേജിനെ പ്രതിനിധീകരിച്ചിട്ട് വേളിയിൽ യൂത്ത് ഹോസ്റ്റലിൽ വെച്ചൊരു ജേർണലിസം ക്യാമ്പുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോളേജിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തു. ലോ കോളേജിൽ നിന്ന് അവസരം കിട്ടിയത് എനിക്കും അദ്ദേഹത്തിനുമാണ്. ഞങ്ങളതിൽ പങ്കെടുത്തു. ഇദ്ദേഹത്തിൻ്റെ നല്ല സ്പീച്ച്, നല്ല ഇൻസ്പയറിംഗ് ആയ സ്പീച്ച് കൊണ്ടിട്ടും അന്നൊരു സംവിധായകൻ ഉണ്ടായിരുന്നു, KG ജോർജ്, മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഇൻസ്പയർഡ് ആയിട്ടും ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം അപ്പം തന്നെ ലോ ഫീൽഡിനോട് ഏകദേശം ടാറ്റ പറയുന്ന മൂഡിലായി. അദ്ദേഹം നേരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു. ആരെന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ക്ലാസ്മേറ്റും സുഹൃത്തും. അപ്പോൾ ഞാനപ്പോൾ ആ വിഷയം അവിടെ അദ്ദേഹത്തോട് സ്വകാര്യതയിൽ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് റസൂലിനെ സംസാരിച്ചാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, ഉടനെ വിളിച്ചപ്പം പുള്ളി റെക്കോർഡിങ്ങിലാണ്, സ്റ്റുഡിയോയിലാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു തിരിച്ച് വിളിക്കുമെന്ന്. ഞാൻ ഇന്ന് രാവിലെ വിളിച്ച വിഷയവും ഈ വിഷയവും കൂടെ മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അത് ഇന്ന് സംസാരിച്ച വിഷയം അന്ന് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് EMS സംസാരിച്ച ഒരു വാചകമാണ്. അന്ന് EMS പറഞ്ഞതാണ്, ബീയിങ് എ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞത്. ബീയിങ് എ പൊളിറ്റിക്കൽ ഈസ് ആൾസോ എ പൊളിറ്റിക്സ്. ബീയിങ് എ പൊളിറ്റിക്കൽ ഈസ് ആൾസോ എ പൊളിറ്റിക്സ്. എനിക്ക് ആ വായനക്കാരനോട് പറയാനുള്ള, സാറിൻ്റെ വായനക്കാരനോട് പറയാനുള്ള വിനീത മറുപടിയും ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ലൊരു സദസ്സ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഈ 2 പേർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.